സംസ്ഥാന ബജറ്റിൽ മണലൂർ നിയോജക മണ്ഡലത്തിന് 337.5 കോടി രൂപയുടെ പദ്ധതികൾ. മുല്ലശ്ശേരി കനാലിൽ ഇക്കോ ടൂറിസം പദ്ധതി വരും. പതിയാർകുളങ്ങര പാലം മുതൽ ഇടിയഞ്ചിറ പാലം വരെ ബോട്ടിംഗ് അടക്കമുള്ള ടൂറിസം പദ്ധതിയും കുട്ടികളുടെ പാർക്കും നിർമ്മിക്കാൻ 4 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. മുല്ലശ്ശേരി എലവത്തൂർ ഗവൺമെന്റ് വെൽഫെയർ LPSന് കെട്ടിട നിർമ്മാണത്തിന് 1 കോടിയും മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ആസ്തിയിലുള്ള വാഗ കളിസ്ഥലത്ത് മിനി സ്റ്റേഡിയം നിർമ്മാണത്തിന് 4 കോടിയും അനുവദിച്ചു. മാമ്പിള്ളി ഏനാമാവ് സ്റ്റീൽ പാലം, തീരദേശ റോഡ് വീതി കൂട്ടിയുള്ള നവീകരണത്തിനും പാടശേഖരങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കുന്നതിന് 2 തടയണകൾക്കും വശങ്ങളിൽ ഇരിപ്പിടങ്ങളുണ്ടാക്കിയുള്ള സൗന്ദര്യവൽക്കരണത്തിനുമായി 2 കോടി രൂപ വകയിരുത്തി. ഈ പദ്ധതികൾക്ക് തുക വകയിരുത്തി മുൻഗണന അടിസ്ഥാനത്തിൽ 20% അനുവദിച്ച് അംഗീകാരം ലഭിച്ചു. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന ഹൈവേക്ക് 250 കോടി, എളവള്ളി പഞ്ചായത്ത് ഓക്ടോ ടാക്സി സ്റ്റാൻഡ് നിർമ്മാണത്തിന് 6 കോടി, വെങ്കിടങ്ങ് പഞ്ചായത്തിൽ കനോലി കനാലിന് കുറുകെ കോടമുക്ക് പാലം നിർമ്മാണത്തിന് 10 കോടി, എളവള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 3 കോടി, പെരിങ്ങാട് പുഴയിൽ കൂരിക്കാട് ഭാഗത്ത് ചെക്ക് ഡാം നിർമ്മിച്ച് ശുദ്ധജലം സംഭരിക്കുന്നതിന് 6 കോടി, മണലൂർ മണ്ഡലത്തിലെ കാഞ്ഞാണി, വെങ്കിടങ്ങ്, മുല്ലശ്ശേരി സെന്ററുകളുടെ നവീകരണത്തിന് 10 കോടി, മുല്ലശ്ശേരി പഞ്ചായത്ത് ആസ്തിയിലെ മുല്ലശ്ശേരി ജംഗ്ഷനിൽ ഓട്ടോ ടാക്സി സ്റ്റാൻഡിൽ പാർക്കിങ്ങും മുകളിൽ കെട്ടിടവും നിർമ്മിക്കാൻ 6 കോടി, കോഴിത്തോട് നവീകരണത്തിന് 2 കോടി എന്നീ പ്രവർത്തികൾക്ക് 100 രൂപ ടോക്കൺ അനുവദിച്ച് പദ്ധതികൾ അംഗീകരിച്ചു. ഓർഡർ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ, അങ്ങേക്ക് 2026-27 മുതൽ 2028-29 വരെയുള്ള മീഡിയം ടേം ഫിസ്ക്കൽ പോളിസി സ്റ്റേറ്റ്മെന്റ്, മീഡിയം ടേം ഫിസ്ക്കൽ പ്ലാൻ അടക്കമുള്ള സ്ട്രാറ്റജി സ്റ്റേറ്റ്മെന്റുകളും 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റിലേക്കുള്ള ഉപധനാഭ്യർത്ഥനയുടെ അന്തിമ സ്റ്റേറ്റ്മെന്റും കേരള അടിസ്ഥാന സൗകര്യ നിക്ഷേപ നിധി ബോർഡിന്റെ 2024-25 സാമ്പത്തിക വർഷത്തെ ഫിഡിലിറ്റി സർട്ടിഫിക്കറ്റും 7ാം ധനകാര്യ കമ്മീഷന്റെയും പൊതുവ്യയ പുനഃപരിശോധനാ കമ്മിറ്റിയുടെയും റിപ്പോർട്ടുകളും മേശപ്പുറത്ത് വെക്കാവുന്നതാണ്. 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കാവുന്നതുമാണ്. 2026-27 സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്നത് ഏറെ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടെയുമാണ്. ധനമന്ത്രി എന്ന നിലയിൽ ഞാൻ അവതരിപ്പിക്കുന്ന 6ാമത്തെ ബജറ്റാണിത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി ഞാൻ അവതരിപ്പിച്ച ഓരോ ബജറ്റും തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിന് കൃത്യമായി ആസൂത്രണം ചെയ്ത പരിപാടികളുടെ പ്രഖ്യാപനങ്ങളായിരുന്നു. തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ അവതരിപ്പിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ കൈവരിച്ച പുരോഗതി ഞങ്ങൾ ജനസമക്ഷം അവതരിപ്പിച്ചിരുന്നു. മുൻ സർക്കാരിൻ്റെ കാലത്ത് അവതരിപ്പിച്ച പ്രോഗ്രസ് റിപ്പോർട്ടുകളും വിപുലമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി നടപ്പിലാക്കിയെന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് നടപ്പ് വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നത്. സർ, 10 വർഷം മുമ്പുള്ള കേരളമല്ല ഇന്നത്തെ കേരളം. ഏതാണ്ട് എല്ലാ മേഖലകളിലും കേരളം പുതിയ നോർമൽ, ന്യൂ നോർമൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. പഴയ നോർമലുമായി താരതമ്യം ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ അതിശയകരവും അഭിമാനകരവുമായ പുരോഗതിയാണ് ജനജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഉണ്ടായിരിക്കുന്നത്. ഈ സമ്മേളന കാലത്ത് ഓരോ വികസന തുറയിലും വന്ന മാറ്റങ്ങൾ വിശദമായി ചർച്ച ചെയ്യപ്പെടണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. സ്ഥിതിവിവര കണക്കുകളും ഉദാഹരണങ്ങളും നിരത്തി സംസ്ഥാനം നേടിയ അഭിമാനകരമായ നേട്ടങ്ങൾ അവതരിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പ്രതിപക്ഷത്തിന് പറയാനുള്ള കാര്യങ്ങൾ ക്ഷമയോടെ കേട്ടിരിക്കാനും ഞങ്ങൾ സന്നദ്ധരാണ്. അങ്ങനെ ഒരു ചർച്ച ഈ സഭയിൽ നടന്നാൽ അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു നല്ല മാതൃകയായിരിക്കും സൃഷ്ടിക്കുക. സർ, സർക്കാരിൻ്റെ ധനസ്ഥിതി പരിശോധിച്ച് അധിക ബാധ്യത ഏറ്റെടുക്കാൻ കഴിയുമെന്നുറപ്പിച്ചിട്ടാണ് കഴിഞ്ഞ ഒക്ടോബർ 29-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിവിധ പെൻഷനുകളും ഓണറേറിയങ്ങളും വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രസ്താവന നടത്തിയത്. അതിനോടനുബന്ധിച്ച് 3 പുതിയ പദ്ധതികൾ കൂടി പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. പുതിയ പദ്ധതികൾ ആദ്യത്തേത് നിലവിലുള്ള മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളിലൊന്നും ഗുണഭോക്താക്കളാക്കാത്ത 35-നും 60-നും ഇടയിൽ പ്രായമുള്ള ട്രാൻസ് വുമൺ അടക്കമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം ഉറപ്പാക്കുന്ന മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിയാണ്. 31 ലക്ഷം പേർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക. സാർ, ഇതുവരെ 16.32 ലക്ഷം പേർ ഈ പദ്ധതിയിൽ അംഗമായി. ഈ പദ്ധതിക്ക് 3720 കോടി രൂപ വകയിരുത്തുന്നു. സർ, രണ്ടാമത്തേത് അഭ്യസ്ത വിദ്യരും തൊഴിലിനായി വിവിധ പരിശീലനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമായ ചെറുപ്പക്കാർക്ക് ഒരു പ്രോത്സാഹന സഹായം എന്ന നിലയിൽ പ്രഖ്യാപിച്ച് നടപ്പിലാക്കിയ മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് എന്ന പദ്ധതിയാണ്. സർ, 5 ലക്ഷം ചെറുപ്പക്കാർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും. ഇതുവരെ ഈ പദ്ധതിയിൽ 68,731 പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആദ്യ മാസത്തെ സ്കോളർഷിപ്പ് തുക വിതരണം ചെയ്തു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിക്കായി 400 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, മൂന്നാമത്തേത് കുടുംബശ്രീ ADSകൾക്കുള്ള 2025 നവംബർ 1-ാം തീയതി മുതൽ പ്രതിമാസം 1000 രൂപ പ്രവർത്തന ഗ്രാമത്തായി നൽകാനുള്ള തീരുമാനമായിരുന്നു. 19,470 ADSകൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിച്ചു തുടങ്ങി.
സാർ, തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും മറ്റ് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്കും കരുതലാവുന്ന ക്ഷേമ പരിപാടികൾ പ്രഖ്യാപിക്കാനും നടപ്പിലാക്കാനും അവരുടെ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴല്ലേ കഴിയൂ. മറ്റാർക്കും കഴിയാത്തതുകൊണ്ടാണ് ഞങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. സാർ, ഇക്കാര്യം ക്ഷേമ പെൻഷനുകളുടെ ചരിത്രം എടുത്താൽ പകൽ പോലെ വ്യക്തമാവും. ആരാണ് അവ തുടങ്ങിയത്, ആരാണ് അവ ഘട്ടം ഘട്ടമായി ഉയർത്തിയത് എന്നതൊക്കെ ഈ നാടിനറിയാം. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, ക്ഷേമ ബോർഡ് പെൻഷനുകൾ, സർക്കാർ അവസരാര പെൻഷനുകൾ എന്നിവ നിലവിലെ 1600 രൂപയിൽ നിന്നും പ്രതിമാസ നിരക്കിൽ നിന്നും പ്രതിമാസം 2000 രൂപയായി വർദ്ധിപ്പിക്കാമെന്ന് പ്രസ്താവിച്ചിരുന്നു. 2025 നവംബർ മാസം മുതൽ ഉയർന്ന നിരക്കിൽ ക്ഷേമ പെൻഷൻ നൽകുന്നുണ്ട്. സാർ, 2026-27 വർഷത്തേക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി 14,500 കോടി രൂപ വകയിരുത്തുന്നു. സാർ, അംഗനവാടി വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെയും ഹെൽപ്പർമാരുടെ പ്രതിമാസ വേതനത്തിൽ 500 രൂപയുടെയും വർധനവ് വരുത്തുന്നു. സാർ, ആശാ വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധനവ് വരുത്തുന്നു. പ്രീ പ്രൈമറി അധ്യാപകർ, സാർ, പ്രീ പ്രൈമറി അധ്യാപകരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധനവ് ഏർപ്പെടുത്തുന്നു. സാർ, സ്കൂൾ പാചക തൊഴിലാളികൾക്ക് ദിവസവേതന അടിസ്ഥാനത്തിലാണ് സാർ നൽകുന്നത്. ദിവസവേതനത്തിൽ 25 രൂപയുടെ വർധനവ് ഏർപ്പെടുത്തുന്നു. സാർ, തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനങ്ങൾക്ക് പൊതുവെ ഉപകരിക്കുന്ന ആദായകരമായ വലിയ പ്രൊജക്ടുകൾ നടപ്പിലാക്കാൻ മുനിസിപ്പൽ ബോണ്ടുകൾ പുറപ്പെടുവിക്കാൻ മുനിസിപ്പാലിറ്റികളെയും കോർപ്പറേഷനുകളെയും അനുവദിക്കും. അവർക്ക് അതിനാവശ്യമായ സാങ്കേതിക സഹായം നൽകും. ഇതേ ലക്ഷ്യം മുൻനിർത്തി വായ്പ എടുക്കാൻ നിശ്ചിത മാനദണ്ഡങ്ങൾക്ക് വിധേയമായി ഗ്രാമപഞ്ചായത്തുകളെയും അനുവദിക്കും. സാർ, കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ഫണ്ട് ഉപയോഗിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ പുറകിലാണ്. CSR ഫണ്ടിൻ്റെ കാര്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കാനും ബോർഡ് ഓഫ് ഫിനാൻസ് മുൻകൈ എടുക്കും. സാർ, കേരള സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ പരിഗണിച്ചുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ധനവിന്യാസത്തിൽ മാറ്റം വരുത്തും. നഗരവൽക്കരണവും മുതിർന്ന പൗരന്മാരുടെ അനുവാദവും മാനദണ്ഡങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും. കോർപ്പറേഷനുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും പുറത്ത് ഗ്രാമപ്രദേശങ്ങളിൽ നടക്കുന്ന നഗരവൽക്കരണവും വിഭവ വിതരണത്തിൽ പരിഗണിക്കും. സാർ, പ്രാദേശിക സർക്കാരുകളുടെ വികസന പ്രൊജക്ടുകളുടെ അറിവുള്ളടക്കവും സാങ്കേതികവും ഉറപ്പുവരുത്താൻ ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളുടെ പ്രാദേശിക സർക്കാരുകളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തും. ഇതിനായി ജില്ലാ ആസൂത്രണ സമിതികൾക്ക് പ്രതിവർഷം 10 കോടി രൂപ വീതം വകയിരുത്തുന്നു. സാർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ താരതമ്യേന കൂടുതൽ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായി ജില്ലാ പഞ്ചായത്ത് തലത്തിൽ പ്രത്യേക വികസന ഫണ്ട് അനുവദിക്കും. സാർ, പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ ജനപ്രതിനിധികളുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഫിനാൻസ് കമ്മീഷൻ ശുപാർശ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. മെമ്പർമാരുടെയും കൗൺസിലർമാരുടെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരുടെയും പ്രധാന പാർട്ടികളുടെയും ഓണറേറിയം വർദ്ധിപ്പിച്ച നിരക്കിൽ 2026 ഏപ്രിൽ മാസം മുതൽ നിലവിൽ വരുന്നതിനുള്ള നടപടി സ്വീകരിക്കും. സാർ, പ്രാദേശിക സർക്കാരുകളിലെ മുൻ ജനപ്രതിനിധികളുടെ ക്ഷേമത്തിനായി ഒരു ക്ഷേമനിധി ആരംഭിക്കാൻ തീരുമാനിക്കുന്നു. 2026-27 ക്ഷേമനിധിയിലേക്ക് 250 കോടി രൂപ സമാഹരിക്കും. ക്ഷേമനിധിയിലേക്ക് പണം അടയ്ക്കാൻ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് സർക്കാർ പ്രത്യേക അനുമതി നൽകുന്നതാണ്. ക്ഷേമനിധിയുടെ നടത്തിപ്പ് സംബന്ധിച്ചും ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് സംബന്ധിച്ചും ക്ഷേമനിധിയുടെ ഭരണസമിതി അനുയോജ്യമായ തീരുമാനം എടുക്കുന്നതാണ്.